652 my quantity. Ladies and gentlemen, we will soon begin our descent into our destination. 1971 നവംബർ 24 അമേരിക്കയിലെ പോർട്ട്ലാൻഡ് വിമാനത്താവളം. ഉച്ചയ്ക്ക് 2:50 ഒറിഗാണിൽ നിന്ന് സിയാറ്റിലേക്ക് പറക്കുന്ന നോർത്ത് വെസ്റ്റ് ഓറിയൻ എയർലൈൻസ് ഫ്ലൈറ്റ് 305 ടേക്ക് ഓഫിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എയർലൈൻസ് കൗണ്ടറിൽ വെള്ള ഷർട്ടും കറുത്ത സ്യൂട്ടും റൈനോ കോട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ഒരാൾ അവിടെ എത്തിയത്. ഏകദേശം 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന അദ്ദേഹത്തെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ബിസിനസ്സുകാരനാണെന്നേ തോന്നൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്യൂട്ട് കേസും പിന്നെ പേപ്പർ ബാഗും ഉണ്ടായിരുന്നു. സിയറ്റിലേക്കുള്ള വൺ വേ ടിക്കറ്റാണ് ആ യാത്രക്കാരൻ ആവശ്യപ്പെട്ടത്. ID പ്രൂഫുകളോ രേഖകളോ ആവശ്യമില്ലാത്ത ടിക്കറ്റ് കിട്ടുവാൻ പേര് മാത്രം മതിയാവുന്ന കാലം. കൗണ്ടറിലെ വ്യക്തി പേര് ചോദിച്ചു. സാർ, താങ്കളുടെ പേര്? DB കൂപ്പർ. അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ മറുപടി നൽകി. $20 പണമായിരുന്നു അന്ന് ആ ടിക്കറ്റിന്റെ തുക. അയാൾ കൃത്യമായി തുക നൽകി. പിന്നെ കൗണ്ടറിൽ നിന്ന് കിട്ടിയ ടിക്കറ്റുമായി മുന്നോട്ട് നടന്നു. അയാൾ നടന്നു പോയത് അമേരിക്കയുടെ ചരിത്രത്തിലേക്കായിരുന്നു. വെറും 30 മിനിറ്റ് നേരത്തെ ആ വിമാനയാത്ര അമേരിക്കയുടെ വ്യോമയാന ചരിത്രത്തെ തന്നെ ഞെട്ടിക്കുന്ന ഉത്തരം കിട്ടാത്ത വിമാനയാത്രയായി മാറുകയായിരുന്നു. 55 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഇന്നും നിഗൂഢതകൾ അവശേഷിപ്പിക്കുന്ന അമേരിക്കൻ വ്യോമയാന ചരിത്രത്തിലെ തെളിയിക്കപ്പെടാത്ത ഒരേയൊരു എയർ പൈറസി കേസിനാണ് അവിടെ തുടക്കം കുറിക്കപ്പെട്ടത്. നാടോടി കഥയിലെ കഥാപാത്രം പോലെ ഇന്നും ഊഹാപോഹങ്ങൾക്ക് അന്ത്യമില്ലാത്ത അനേകം ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നുപോയ DB കൂപ്പർ എന്ന സൂത്രധാരന്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഷെക്കാന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡൽഹിയിൽ നിന്നും ബംഗാളിലേക്ക് സർവീസ് നടത്തിയ ഇൻഡിഗോ വിമാനത്തിന് ലക്നൗ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ വാർത്ത വന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്ന് ലഭിച്ച കടലാസിൽ എഴുതിയ ബോംബ് ഭീഷണിയെ തുടർന്നായിരുന്നു വിമാനം അടിയന്തരമായി ലാൻഡിംഗ് ചെയ്യേണ്ടി വന്നത്. ടിഷ്യൂ പേപ്പറിൽ കൈയക്ഷരം ഉപയോഗിച്ചായിരുന്നു ഭീഷണി. ഉടൻ തന്നെ വിമാനം ലക്നൌവിൽ ഇറക്കുകയായിരുന്നു. ബോംബ് സ്ക്വാഡ് എത്തി യാത്രക്കാരെ ഒഴിപ്പിക്കുകയും സുരക്ഷാ പരിശോധന നടത്തുകയും ചെയ്തു. അനിഷ്ടകരമായ സംഭവ വികാസങ്ങളൊന്നും സംഭവിച്ചില്ലെന്നതാണ് ആശ്വാസം. വിമാനയാത്രയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഭീഷണികളും അപകടങ്ങളും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. ദുരൂഹതയുണർത്തിയ ചില വിമാന അപകടങ്ങളുണ്ട്. മലേഷ്യൻ വിമാനം കാണാതെ പോയതും ആദ്യകാല വൈമാനികനായ അമേലിയ ഇയർഹാർഡിന്റെ തിരോധാനവും ബർമുഡ ട്രയാങ്കിളിൽ വിമാനങ്ങൾ നേരിട്ട അപകടങ്ങളുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇവയിലെല്ലാം സങ്കീർണതകളും ദുരൂഹതകളും ഉണ്ടെങ്കിലും അവയെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളതായിരുന്നു 1971 നവംബർ 24 ഓറിഗണിൽ നിന്ന് സിയറ്റിലേക്ക് പറന്ന വിമാനത്തിൽ നടന്ന സംഭവങ്ങൾ. ആ വിമാനത്തിലെ DB കൂപ്പർ എന്ന യാത്രക്കാരിൽ നിന്നാണല്ലോ ഈ കഥ തുടങ്ങിയത്. അയാളിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. വിമാനത്തിന്റെ പിന്നരയിലെ 18C എന്ന നമ്പറായിരുന്നു അയാളുടെ സീറ്റ്. സീറ്റിൽ ചെന്നിരിക്കുമ്പോൾ അയാൾ വളരെ ശാന്തനായിരുന്നു. ഫ്ലൈറ്റ് അറ്റൻഡർ ഓർഡർ എടുക്കാനായി അയാളുടെ അടുത്ത് ചെന്നു. സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ബോർബൻ വിസ്കിക്കും സോഡയ്ക്കുമാണ് അയാൾ ഓർഡർ ചെയ്തത്. ശൈത്യകാലമായിരുന്നു, അതുകൊണ്ട് യാത്രക്കാരെല്ലാം കനത്ത വസ്ത്രങ്ങളും കോട്ടുകളുമാണ് ധരിച്ചിരുന്നത്. രണ്ടാമതും എയർ ഹോസ്റ്റസ് ഓർഡർ എടുക്കുവാനായി അയാളുടെ അടുക്കലെത്തി. എന്താണ് സാർ താങ്കൾക്ക് വേണ്ടത്? അപ്പോൾ അയാൾ ആ യുവതിക്ക് നൽകിയത് ഒരു തുണ്ട് കടലാസായിരുന്നു. എയർ ഹോസ്റ്റസ് അതിന് വേണ്ടത്ര ഗൗരവം നൽകിയില്ല. കാരണം ആ യുവതി വിചാരിച്ചത് അയാളുടെ ഫോൺ നമ്പർ ആയിരിക്കും അത് എന്നാണ്. അതുകൊണ്ട് അയാളെ പിണക്കാതെ പുഞ്ചിരിയോടെ ആ കുറിപ്പ് തന്റെ പോക്കറ്റിലിട്ടു. പക്ഷേ അയാൾക്ക് അവൾ അത് വായിച്ചു നോക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. മിസ്, നിങ്ങൾ അതെടുത്ത് വായിച്ചു നോക്കൂ, അതിൽ ഒരു രഹസ്യമുണ്ട്, അയാൾ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു. ഈ സമയം യുവതിക്കും അതിലെന്തോ കൗതുകം അനുഭവപ്പെട്ടു. പെൺകുട്ടി പേപ്പർ തുറന്നു വായിച്ചു. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു: എൻ്റെ സ്യൂട്ട് കേസിൽ ഒരു ബോംബുണ്ട്. എയർ ഹോസ്റ്റസ് ഞെട്ടിപ്പോയി. വിമാനയാത്രയിൽ എല്ലാ യാത്രക്കാരും പേടിക്കുന്നത് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികളെയാണ്. ഒരു നിമിഷം കൊണ്ട് ആകാശത്തിൽ വെച്ച് ചിന്നിച്ചിതറുക, എന്തൊരു ദുരോഗ്യമാണ് അത്. താൻ എഴുതിയ കുറിപ്പിലെ കാര്യം കൂപ്പർ ഭാവഭേദം കൂടാതെ എയർ ഹോസ്റ്റസിനോട് ആവർത്തിക്കുകയും ചെയ്തു. എയർ ഹോസ്റ്റസ് കൂടുതൽ പരിഭ്രാന്തയായി. പക്ഷേ പെട്ടെന്ന് തന്നെ അയാൾ ചൂണ്ടുവിരൽ കൊണ്ട് ചുണ്ടോട് ചേർത്ത് ശബ്ദമുണ്ടാക്കരുത് എന്ന് കൽപ്പിച്ചു. പിടിച്ചു കെട്ടിയതുപോലെ എയർ ഹോസ്റ്റസ് നിശബ്ദയായി. തുടർന്ന് അയാൾ എയർ ഹോസ്റ്റസിനെ തന്റെ ബ്രൗൺ നിറമുള്ള സ്യൂട്ട് കേസ് തുറന്നു കാണിച്ചു. അതിനുള്ളിൽ വയറുകൾ പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്ന ബോംബ് എയർ ഹോസ്റ്റസ് കണ്ടു.
ആ പെൺകുട്ടിക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. അവളുടെ പരിഭ്രമം കണ്ട് കൂപ്പർ പുഞ്ചിരിയോടെ സ്യൂട്ട് കേസ് അടച്ചു. അതിനുശേഷം അയാൾ ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു: ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് പൈലറ്റിനെയും കോ പൈലറ്റിനെയും കാണിക്കണം. എയർ ഹോസ്റ്റസ് തലയാട്ടി. വേറെ നിവൃത്തിയില്ലല്ലോ. ബോംബുമായി അയാൾ വിമാനത്തിലിരിക്കുകയല്ലേ. കൂപ്പർ എയർ ഹോസ്റ്റസിന് പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമായിരുന്നു: എനിക്ക് $2 ലക്ഷം അമേരിക്കൻ കറൻസി വേണം, അതും $20 എന്ന കണക്കിലുള്ള $2 ലക്ഷം. പിന്നെ സിയാറ്റിൽ വിമാനത്താവളത്തിൽ 4 പാരച്യൂട്ടുകൾ. സിയാറ്റിൽ ഇന്ധനം നിറച്ച ട്രക്കും വേണം. എയർ ഹോസ്റ്റസ് വീണ്ടും തലയാട്ടി. അപ്പോൾ അയാൾ മറ്റൊന്നുകൂടി അറിയിച്ചു. മുൻപ് പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി അല്പം മൂർച്ചയേറിയ ശബ്ദത്തിലായിരുന്നു അത്: അതിബുദ്ധി കാണിച്ച എന്നെ കൊടുക്കുവാൻ ശ്രമിച്ചാൽ ഇവിടെ വെച്ചു തന്നെ ഞാൻ ബോംബ് പൊട്ടിക്കും. അയാളുടെ മുഖം അതിന് മടിക്കില്ലെന്ന് വ്യക്തമായിരുന്നു. എയർ ഹോസ്റ്റസ് വേഗം ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ചു. തന്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടിയില്ലെങ്കിൽ വിമാനം തകർക്കുമെന്ന് കൂപ്പർ ഭീഷണിപ്പെടുത്തിയതോടെ കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലായി. വിമാന ക്രൂ എയർ ട്രാഫിക് കൺട്രോളിന് വിവരങ്ങൾ കൈമാറി. 36 യാത്രക്കാർ, 6 വിമാന ജീവനക്കാർ, 42 പേരുടെ ജീവൻ തുലാസിലാടി. അവരുടെ ജീവനുള്ള വിലയാണ് $2 ലക്ഷം 4 പാരച്യൂട്ടുകളും. ആ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങാതെ മറ്റ് മാർഗമില്ലെന്ന് അധികാരികൾക്ക് മനസ്സിലായി. നോർത്ത് വെസ്റ്റ് ഓറിയന്റിന്റെ പ്രസിഡന്റ് ആ ഒത്തുതീർപ്പിന് സമ്മതിച്ചു. പക്ഷേ പണവും മറ്റു കാര്യങ്ങളും സംഘടിപ്പിക്കുവാൻ സമയം വേണം. ആ സമയം വരെ വിമാനം ആകാശത്ത് ലക്ഷ്യമില്ലാതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമുള്ളതുപോലെ എല്ലാവർക്കും തോന്നി. 2 മണിക്കൂർ സമയം കൊണ്ട് കൂപ്പറുടെ ഡിമാൻഡ് അനുസരിച്ച് കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ചു. വൈകുന്നേരം 5:39 സിയാറ്റിൽ വിമാനം ഇറങ്ങി. കൂപ്പറിന് കൈമാറുവാൻ അപ്പോഴേക്കും പണവും പാരച്യൂട്ടും റെഡിയായിരുന്നു. വിമാനം ഇറങ്ങിയതോടെ കൂപ്പർ പൈലറ്റുമാരോട് ആവശ്യപ്പെട്ടത് കോക്പിറ്റ് ലൈറ്റുകൾ ഓഫാക്കുവാൻ വേണ്ടിയായിരുന്നു. അമേരിക്കൻ സ്നൈപ്പർമാരുടെ കാഴ്ച മറയ്ക്കുവാൻ വേണ്ടിയായിരുന്നു അത്. അപ്പോഴേക്കും നോർത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ ഒരു ജീവനക്കാരൻ വിമാനത്തെ സമീപിച്ച് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 1 ആരംഭിക്കുന്ന $1 നോട്ടുകൾ കൈമാറി. അതിനു പുറമെ പാരച്യൂട്ടുകളും. തന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ച് കിട്ടിയെന്ന് മനസ്സിലാക്കിയ കൂപ്പർ യാത്രക്കാരെയും പൈലറ്റുമാർ ഒഴികെയുള്ള ജീവനക്കാരെയും വിട്ടയച്ചു. അതുവരെ കൂപ്പറിന്റെ നിയന്ത്രണത്തിൽ കഴിയുകയായിരുന്ന യാത്രക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസമായി. ജീവൻ തുലാസിന്മേൽ തൂങ്ങിയാടുകയായിരുന്നു. ആശങ്കാഭരിതമായ നിമിഷങ്ങളായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ജീവനോടെയുണ്ട് എന്ന ആശ്വാസം അവർക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ കഥ അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് കഥാഗതിയിൽ തന്നെ നിർണായകമായ പലതും സംഭവിച്ചത്. മെക്സിക്കോ സിറ്റിയിലേക്ക് വിമാനം പറപ്പിക്കുവാനാണ് കൂപ്പർ പൈലറ്റുമാരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ മറ്റൊരു സ്റ്റോപ്പില്ലാതെ മെക്സിക്കോയിലേക്ക് നേരിട്ട് പറക്കാനാവില്ലെന്നായിരുന്നു പൈലറ്റുമാരുടെ മറുപടി. അങ്ങനെയെങ്കിൽ നെവാഡയിലെ റെനോ താഹോ വിമാനത്താവളത്തിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാമെന്നും അതിനുശേഷം മെക്സിക്കോയിലേക്ക് പറക്കാമെന്നും തീരുമാനമായി. വിമാനം പറന്നു തുടങ്ങി. പൈലറ്റുമാരുടെ ഉള്ളിൽ പേടി നിറഞ്ഞു. ഇനി എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? അജ്ഞാതനായ ഒരാളുടെ ബോംബ് ഭീഷണിയിൽ എവിടേക്കെല്ലാം പറന്നാലാണ്? മെക്സിക്കോയിലെത്തിയിട്ട് അയാൾ അടുത്ത നിർദ്ദേശം പറയുമോ? അതിനിടയിൽ അയാൾ ബോംബ് പ്രയോഗിച്ചാലോ? ഒരു സ്ഫോടനം, പ്രിയപ്പെട്ടവർക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ഛിന്നഭിന്നമായ ശരീരം. അതൊക്കെ പൈലറ്റുമാരുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഭീതിതമായ ചിത്രങ്ങളായിരുന്നു. 10,000 അടിയിൽ താഴെ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ പറക്കുവാനാണ് കൂപ്പർ ആവശ്യപ്പെട്ടത്. അതിനിടയിൽ മറ്റ് ജീവനക്കാരോട് കോക്പിറ്റിലേക്ക് കയറുവാനും പറഞ്ഞു. ഈ സമയം തന്നെ അടുത്തുള്ള വ്യോമസേന താവളത്തിൽ നിന്ന് 2 യുദ്ധവിമാനങ്ങൾ കൂപ്പറിന്റെ വിമാനത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. കൂപ്പർ പക്ഷേ വളരെ ആക്ഷോഭനായിരുന്നു. വരുന്ന എന്തിനേയും നേരിടാൻ മാത്രം കരുത്തുള്ളതുപോലെയായിരുന്നു അയാൾ. യുദ്ധവിമാനം പിന്തുടരുകയും 200 കിലോമീറ്റർ വേഗതയിൽ തങ്ങളുടെ വിമാനം പറക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ കൂപ്പർ പണമടങ്ങിയ ബാഗ് തന്റെ അരയിൽ കെട്ടി. കോക്പിറ്റിന്റെ വാതിലിൽ അഴികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പൈലറ്റുമാർക്ക് അവിടെ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായി അറിയുവാൻ കഴിയില്ലായിരുന്നു. സമയം അപ്പോൾ രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കോക്പിറ്റിലെ അപായ ലൈറ്റുകൾ തെളിഞ്ഞു. വിമാനത്തിന്റെ പിൻഭാഗത്തെ എയർ സ്റ്റെയറുകൾ താഴ്ത്തുന്നതിന്റെ സൂചനയാണ് അതെന്ന് പൈലറ്റുമാർക്ക് മനസ്സിലായി. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വിമാനത്തിന്റെ വാൽഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു ചലനം അനുഭവപ്പെട്ടു. അപ്പോൾ സമയം രാത്രി 8:13 ആയിരുന്നു. ആരോ പുറത്തേക്ക് പോകുന്നത് പോലെ പൈലറ്റുമാർക്ക് തോന്നി. എന്നാൽ ആ വിമാനത്തെ പിന്തുടർന്നിരുന്ന യുദ്ധവിമാനത്തിലുള്ളവർക്ക് കൂപ്പറിന്റെ വിമാനത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തു പോകുന്നതായി കണ്ടില്ല എന്നാണ് പിന്നീട് വ്യക്തമാക്കിയത്. 2 മണിക്കൂർ സമയം കഴിഞ്ഞു കൂപ്പറിന്റെ വിമാനം റയോ എയർപോർട്ടിൽ ഇറങ്ങി. ആ സമയം
FBI ഏജന്റുമാരും ലോക്കൽ പോലീസും വിമാനത്തിന്റെ അടുക്കിലേക്ക് പാഞ്ഞു വന്നു. അവർ വിമാനത്തിന് ചുറ്റും നിരന്നു. എന്നാൽ വിമാനത്തിനുള്ളിൽ നിന്ന് പൈലറ്റുമാരും ജീവനക്കാരുമല്ലാതെ മറ്റാരും പുറത്തേക്ക് വന്നില്ല. കൂപ്പർ എവിടെ? പോലീസും ഏജന്റുമാരും പരസ്പരം നോക്കി. ഏറെ സമയം കാത്തു നിന്നിട്ടും കൂപ്പർ മാത്രം പുറത്തേക്ക് വന്നില്ല. ഈ സാഹചര്യത്തിൽ അവർ വിമാനത്തിന്റെ ഉള്ളിലേക്ക് സൂക്ഷ്മമായ പദവിന്യാസത്തോടെ പ്രവേശിച്ചു. അകത്തേക്ക് കടന്ന അവർ ഞെട്ടിപ്പോയി. വിമാനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. കൂപ്പർ എവിടെ പോയി? അകത്ത് ഒരാൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കത്തക്ക വിധത്തിൽ ഉണ്ടായിരുന്നത് കത്തിത്തീർന്ന സിഗരറ്റ് കുറ്റികളും 2 പാരച്യൂട്ടുകളുമായിരുന്നു. പോലീസ് വിമാനത്തിനുള്ളിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് 66 അജ്ഞാത വിരലടയാളങ്ങളും ഭാഗിക DNA സാമ്പിൾ ലഭിച്ച ഒരു കറുത്ത ക്ലിപ്പ് ഓൺ ടൈം ലഭിച്ചു. പക്ഷേ ആ വ്യക്തി എവിടെ? ഉദ്യോഗസ്ഥർ പരസ്പരം ചോദ്യം ചോദിച്ചു. വിമാനത്തിൽ നിന്ന് കൂപ്പർ എങ്ങനെ അപ്രത്യക്ഷനായി? അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി നിഗമനത്തിലെത്തുവാൻ കഴിഞ്ഞില്ല. കൂപ്പറിന് നൽകിയത് 4 പാരച്യൂട്ടുകൾ ആയിരുന്നുവല്ലോ. ഉപയോഗിച്ചത് 2 മാത്രമായിരുന്നു. അതും അത്ര ഗുണമേന്മയില്ലായിരുന്നു. ആ പാരച്യൂട്ടുകൾ കൊണ്ട് വിമാനത്തിൽ നിന്ന് കൂപ്പർ താഴേക്ക് ചാടിയിട്ടുണ്ടാവാം. അതായിരിക്കാം രാത്രി 8:13 പൈലറ്റുമാർക്ക് വിമാനത്തിന്റെ വാൽഭാഗത്ത് നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് ഒരു ചലനം അനുഭവപ്പെട്ടത്. പക്ഷേ പാരച്യൂട്ട് ഉപയോഗിച്ചുള്ള പരിചയമോ വീഴ്ചയെ അതിജീവിക്കുവാനുള്ള അറിവോ കൂപ്പറിനുണ്ടായിരുന്നോ? കൂപ്പർ വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെട്ടാൽ തന്നെ വീഴ്ചയെ അതിജീവിക്കാനാകുമോ എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത സംശയം. കനത്ത മഴയുള്ള രാത്രിയായിരുന്നു അത്. -7°C ആയിരുന്നു കാലാവസ്ഥ. ചാടുമ്പോൾ കൂപ്പറിന്റെ പക്കൽ കോട്ടോ സുരക്ഷാ ഹെൽമറ്റോ ഉണ്ടായിരുന്നില്ല. സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഒരാൾക്ക് ജീവനോടെ രക്ഷപ്പെടുവാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല. ഇനി ജീവനോടെ താഴെ എത്തിയാൽ പോലും തണുത്തുറഞ്ഞ പർവ്വതത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സാധ്യത തുലോം കുറവുമായിരിക്കും. അങ്ങനെയെങ്കിൽ വിമാനത്തിൽ നിന്നുള്ള ആ ചാട്ടത്തോടെ അയാളുടെ കഥ അവസാനിച്ചിട്ടുണ്ടാകാം. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള നിഗമനത്തിലാണ് എത്തിയത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുവാനായി കൂപ്പർ പാരച്യൂട്ടിൽ ലാൻഡ് ചെയ്ത സ്ഥലം കണ്ടെത്തുവാൻ ഉദ്യോഗസ്ഥർ സംഭവം പുനഃസൃഷ്ടിക്കുക പോലും ചെയ്തു. മാത്രവുമല്ല, എല്ലാ വിധത്തിലുള്ള പരിശോധനകളും അവിടെ നടത്തുകയുണ്ടായി. എന്നാൽ കൂപ്പർ എന്ന വ്യക്തിയുടെ എന്നല്ല, ഒരു മനുഷ്യന്റെ പോലും സൂചനകളോ പാരച്യൂട്ടോ അതിന്റെ തകർന്ന അവശിഷ്ടം പോലുമോ അവിടെ നിന്ന് കണ്ടെത്തുവാനായില്ല. അപ്പോൾ കൂപ്പറിന് എന്ത് സംഭവിച്ചു? ആകാശത്തു നിന്ന് അപ്രത്യക്ഷനായ അയാൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷനായോ? അപ്പോഴും മറ്റൊരു സംശയം ശക്തമായി. സ്വയം അപകടത്തിലേക്ക് എടുത്തു ചാടി ജീവൻ രക്ഷപ്പെടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു സാഹസ പ്രവൃത്തി ചെയ്യുവാൻ കൂപ്പറിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? അതോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളുമോ ഉയർന്നു വന്ന സംശയം മറ്റൊന്നായിരുന്നു. ആരാണ് DB കൂപ്പർ? കൂപ്പർ ആരാണ് എന്നതിനെ കുറിച്ച് ഇന്നും വ്യക്തമായ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. സംശയാസ്പദമായ 1000-ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ അതിൽ ഒരാൾ പോലും കൂപ്പർ ആയിരുന്നില്ല. അവരിൽ നിന്ന് കൂപ്പറിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരം അല്ലെങ്കിൽ വിശ്വസനീയമായ വിവരം ലഭ്യമായതുമില്ല. ഇതിനിടയിൽ താൻ കൂപ്പറാണെന്ന് അവകാശപ്പെട്ട് പലരും രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ അവരാരും കൂപ്പർ ആയിരുന്നില്ല. കുപ്രസിദ്ധി മോഹിച്ച് സ്വയം അപകടത്തിലാക്കുവാൻ കച്ചകെട്ടി വന്നവരായിരുന്നു അവർ. അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയുവാൻ ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തുവെങ്കിലും അവയൊന്നും ഫലം കണ്ടില്ല. വിമാനത്തിൽ നിന്ന് കിട്ടിയ വിരലടയാളങ്ങളും DNA-യും കൂപ്പർ എന്ന് അവകാശപ്പെട്ടു വന്നവരുടെ വിരലടയാളവും DNA-യും തമ്മിൽ ചേർച്ചയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരാരും യഥാർത്ഥ കൂപ്പർ അല്ലെന്ന് കണ്ടെത്തി വിട്ടയക്കുകയായിരുന്നു. കൂപ്പറിനെ കുറിച്ചുള്ള അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അമ്പരന്ന് നിൽക്കുന്ന അവസരത്തിലാണ് 1980 ഫെബ്രുവരിയിൽ കൂപ്പറിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന സൂചന കിട്ടിയത്. ബ്രയാൻ ഇൻഗ്രാം എന്ന 8 വയസ്സുകാരനാണ് ഇക്കാര്യത്തിൽ നിർണായകമായ തെളിവ് നൽകിയത്. കൂപ്പറിന് കൊടുത്ത ഡോളർ നോട്ടുകളുടെ സീരിയൽ നമ്പർ അതെ 1 സീരിയൽ നമ്പറുകളുമായി സാമ്യമുള്ള ദ്രവിച്ചു തുടങ്ങിയ 3 പാക്കറ്റ് നോട്ടുകളുമായിട്ടായിരുന്നു ബ്രയാന്റെ വരവ്. ഒറിഗണിലെ കൊളംബിയ നദിക്ക് സമീപത്തു നിന്നാണ് കുട്ടിക്ക് ഈ പണം കിട്ടിയത്. കുട്ടി ഈ പണവുമായി വീട്ടിലെത്തിയപ്പോൾ പഴയ ചില സംഭവങ്ങളും വാർത്തകളും ഓർമ്മയിൽ ഉണ്ടായിരുന്ന അവന്റെ പിതാവാണ് കുട്ടിയെയും കൂട്ടി പണവുമായി പോലീസിന്റെ അടുക്കിലെത്തിയത്. പണം കണ്ടെത്തിയ ഭാഗത്ത് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും കൂടുതൽ തെളിവുകളൊന്നും അപ്പോഴും ലഭിച്ചില്ല. $5800 ആകെ കിട്ടിയത്.
ഈ തുക എങ്ങനെ എവിടെ എത്തി എന്ന ചോദ്യത്തിനും ബാക്കി തുക എവിടെ എന്ന ചോദ്യത്തിനും ഉദ്യോഗസ്ഥർക്ക് ഉത്തരം കണ്ടെത്താനായില്ല. കൂപ്പർ എന്ന് സംശയിച്ചുകൊണ്ട് നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തുവെന്ന് പറഞ്ഞുവല്ലോ. അവരിൽ ഒരാളാണ് ഷെറിഡാൻ പീറ്റേഴ്സൺ. സ്കൈ ഡൈവിംഗിലുള്ള കഴിവും ഫിസിക്കൽ റിസ്കും സ്മോക്ക് ജമ്പുമായി കൂപ്പറുമായി അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുവാൻ ഇടയാക്കിയത്. 2021 ജനുവരി 8-ാം തീയതി നോർത്തേൺ കാലിഫോർണിയയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അന്ന് അയാൾക്ക് 94 വയസ്സായിരുന്നു പ്രായം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തയാളും സിയാറ്റിൽ കേന്ദ്രമായി ബോയിങ്ങിൽ ടെക്നിക്കൽ എഡിറ്ററായി സേവനം ചെയ്തിരുന്ന ആളുമായിരുന്നു പീറ്റേഴ്സൺ. 2007 വരെ ഇദ്ദേഹമാണ് കൂപ്പർ എന്ന ധാരണ ശക്തമായി ഉണ്ടായിരുന്നു. കൊള്ള നടക്കുമ്പോൾ എനിക്ക് പ്രായം 44 ആയിരുന്നു. ഇതേ പ്രായം തന്നെയായിരുന്നു അന്ന് കൂപ്പറിനും ഉണ്ടായിരുന്നത്. ഇതുപോലെ ഹൈജാക്കറുടേതെന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള രൂപസാദൃശ്യങ്ങളും പീറ്റേഴ്സന് ഉണ്ടായിരുന്നു. കൂപ്പർ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അക്കാലത്ത് ആളുകൾ രംഗത്തെത്തുക മാത്രമല്ല, കൂപ്പർ ആണെന്ന പേരിൽ പത്രം ഓഫീസുകളിലേക്ക് കത്തുകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. കൂപ്പറിന് കിട്ടുന്ന പ്രശസ്തിയുടെ ഓഹരി കൈപ്പറ്റുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം. അത്തരക്കാരിൽ ചിലരെ പോലീസ് ആൾമാറാട്ടത്തിന് കേസെടുക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും വലിയ നിയമ നിർവഹണ സംവിധാനമുള്ള രാജ്യമാണല്ലോ അമേരിക്ക. പഴുതുകൾ അടച്ച് അന്വേഷണം നടത്തുവാൻ കഴിവുള്ള വിദഗ്ധരായ ഉദ്യോഗസ്ഥരുള്ള രാജ്യം. എന്നാൽ ഈ അമേരിക്കയ്ക്ക് പോലും DB കൂപ്പറിനെ കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്തിന്, അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. 4 പതിറ്റാണ്ടോളമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നത്. ഒരു തുമ്പും കണ്ടെത്തുവാൻ കഴിയാത്തതിൽ ഒടുവിൽ DB കൂപ്പർ മരിച്ചുവെന്ന് വിധി എഴുതി അമേരിക്ക ഈ കേസ് 2016 അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അമേരിക്കൻ പോലീസിനും FBI-ക്കും ഒരു തുമ്പും കിട്ടാതെ 50-ലേറെ വർഷം കുഴഞ്ഞുമറിഞ്ഞ കേസിന്റെ പരിസമാപ്തിയായി DB കൂപ്പർ കേസ് മാറുകയായിരുന്നു. DB കൂപ്പറുമായി ബന്ധപ്പെട്ട 398 പേജുള്ള വിശദമായ കേസ് ഫയലും FBI പുറത്തുവിട്ടു. പുതുതായി പുറത്തിറക്കിയ ഫയലുകളുടെ അടിസ്ഥാനത്തിൽ ന്യൂയോർക്ക് പോസ്റ്റ് പുതുതായി തരംതിരിച്ച FBI രേഖകളും ഏജൻസി പിന്തുടർന്ന നിരവധി സൂചനകളും സംശയങ്ങളും വിവരിക്കുന്നു. ഇതിൽ ശ്രദ്ധേയമായ സൂചന വീൽചെയർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രതിയെ കുറിച്ചാണ്. വീൽചെയറിൽ കഴിയുന്ന ഒരാൾക്ക് അത്തരമൊരു തട്ടിക്കൊണ്ടുപോകൽ നടത്തുവാൻ കഴിയില്ലെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു കുറിപ്പോടെ ഏജന്റുമാർ ഈ ആരോപണം പെട്ടെന്ന് തള്ളിക്കളഞ്ഞു. രേഖകളിലെ മറ്റൊരു പ്രധാന പേര് ഡൊണാൾഡ് സിൽവസ്റ്റർ മർഫിയാണ്. വിമാനത്തിൽ തട്ടിക്കൊണ്ടുപോയയാൾ ഉപേക്ഷിച്ച ടൈ പരിശോധിച്ചതാണ് ഫയലുകളിൽ കണ്ടെത്തിയ കൗതുകരമായ ഒരു വിശദാംശം. ടൈറ്റാനിയം, ബിസ്മത്ത്, സ്ട്രോൺഷ്യം സൾഫൈഡ് തുടങ്ങിയ അപൂർവ വ്യാവസായിക ലോഹങ്ങൾ ഉൾപ്പെടെ 1,00,000 മൈക്രോസ്കോപ്പിക് കണികകൾ ഫോറൻസിക് വിശകലനത്തിൽ കണ്ടെത്തി. ഈ കണ്ടെത്തൽ എയറോസ്പേസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പോലുള്ള വ്യവസായങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാകാം കൂപ്പർ എന്ന നിഗമനത്തിലാണ് എത്തിയത്. റിച്ചാർഡ് മക്കൈ ജൂനിയർ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് മറ്റൊന്ന്. കൂപ്പർ വിമാനം തട്ടിക്കൊണ്ടുപോയ 5 മാസത്തിനുള്ളിൽ പാരച്യൂട്ട് രക്ഷപ്പെടലും മോചനദ്രവ്യം ആവശ്യപ്പെടലും ഉൾപ്പെടുന്ന സമാനമായ ഒരു കുറ്റകൃത്യം മാർക്കൈ നടത്തിയെന്നതാണ് അയാളെ കൂപ്പറായി തെറ്റിദ്ധരിക്കുവാൻ കാരണം. 2 ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ പിടികൂടുകയും 45 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. സമാനതകൾ ഉണ്ടായിരുന്നിട്ടും പൊരുത്തപ്പെടാത്ത ഫിസിക്കൽ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ FBI കൂപ്പർ കേസിൽ നിന്ന് അദ്ദേഹത്തെ പിന്നീട് ഒഴിവാക്കുകയാണ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം മക്കോയിയുടെ മക്കൾ പരസ്യമായി അദ്ദേഹം DB കൂപ്പർ ആണെന്ന് അവകാശപ്പെട്ടു എന്നതാണ് മറ്റൊരു കാര്യം. ഇക്കാര്യം സംസാരിക്കുവാൻ തങ്ങളുടെ അമ്മയുടെ മരണം വരെ കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് മക്കളുടെ വാദം. അമ്മയുടെ രഹസ്യ ശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയതായി ആരോപിക്കപ്പെടുന്ന പാരച്യൂട്ടിലേക്കും മറ്റ് സാഹചര്യ തെളിവുകളിലേക്കും അവർ വിരൽ ചൂണ്ടുന്നു. എന്നിട്ടും ഈ അവകാശവാദം FBI അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, തങ്ങളുടെ നിലപാട് അതേപടി നിലനിർത്തിയിട്ടുമുണ്ട്. DB കൂപ്പറിന്റെ കുപ്രസിദ്ധി ഇപ്പോഴും പ്രസക്തമാണെന്നതിന്റെ തെളിവാണ് മാർവൽ സ്റ്റുഡിയോ അവതരിപ്പിച്ച ലോക്കി സീരീസിൽ കൂപ്പറിനെ കുറിച്ച് ഹ്രസ്വമായിട്ടാണെങ്കിലും പ്രതിപാദിച്ചത്. മാത്രവുമല്ല, കൂപ്പറിന്റെ കൊള്ളയെ ആസ്പദമാക്കി നിരവധി സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗ്രേറ്റ് ക്രൈംസ് ഓഫ് ദി സെഞ്ചുറി, ഐ ആം DB കൂപ്പർ, ദി പാരസ്യൂട്ട് ഓഫ് DB കൂപ്പർ എന്നിവയാണ് അവയിൽ ചിലത്. ഇതിനു പുറമെ DB കൂപ്പർ വേർ ആർ യു എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സും ഈ ജീവിതകഥ ചിത്രീകരിച്ചിട്ടുണ്ട്. 1986 ഗ്രേറ്റ് ക്രൈംസ് ഓഫ് ദി സെഞ്ചുറി പ്രദർശനത്തിനെത്തിയത്. ഐ ആം DB കൂപ്പർ ആകട്ടെ 2022. സിനിമയ്ക്ക് പുറമെ പല നോവലുകളും DB കൂപ്പറെ കേന്ദ്ര കഥാപാത്രമാക്കി പുറത്തിറങ്ങിയിട്ടുമുണ്ട്. അവയിൽ പലതും ബെസ്റ്റ് സെല്ലറുകളുമായിരുന്നു. റെയിൻബോസ് എൻഡ് എന്ന പേരിലുള്ള ജെയിംസ് M. കെയ്ൻ 1975 എഴുതിയ നോവൽ ഇതിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു.
DB കൂപ്പർ വർത്തമാനകാല ദൃശ്യങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നും ദുരൂഹതയുണർത്തുന്ന ആ ജീവിതം ഇന്നും ആകാംക്ഷയുണർത്തുന്നുവെന്നുമാണ് അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ കൂപ്പർ എന്നത് ആ വ്യക്തിയുടെ പേരല്ലായിരുന്നു. വിമാന ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് അയാൾ നൽകിയ കൃത്രിമ പേരായിരുന്നു അത്. 50ലേറെ വർഷങ്ങൾക്ക് മുൻപ് വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ ഇന്നത്തേതുപോലെ തിരിച്ചറിയൽ കാർഡുകളോ മറ്റു രേഖകളോ ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കൂപ്പറിന്റെ യഥാർത്ഥ വ്യക്തിത്വവും മറ്റ് വിവരങ്ങളും ഇന്നും അജ്ഞാതമായി തുടരുന്നത്. കൂപ്പറിന്റേതായി ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ചിത്രം തന്നെ അയാളുടെ യഥാർത്ഥമല്ല. ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ചുള്ള ഒരു രേഖാചിത്രം മാത്രമാണ് അത്. കൂപ്പറിനെ സംബന്ധിച്ച് പോലീസും FBI-യും അന്വേഷണം തുടരുമ്പോൾ അയാൾ ചാടിയതെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് അയാളുടെ പണബാഗ് കിട്ടിയേക്കുമെന്ന് കരുതി വർഷങ്ങളോളം അരച്ചിൽ നടത്തിയവരും ഏറെയാണ്. ഇങ്ങനെ പലതരത്തിൽ പലരെ ബാധിച്ച ഒരേ സമയം പലരെ വിഡ്ഢികളാക്കിയ ഒരു കുറ്റവാളിയാണ് DB കൂപ്പർ. വിമാനയാത്രയുമായി ബന്ധപ്പെട്ട പല സങ്കീർണതകളും അപകടങ്ങളും സാധാരണമാണ്. ഹൈജാക്കുകളും അപകടങ്ങളും അതിന്റെ ഭാഗവുമാണ്. എന്നാൽ നിലവിലുള്ള എല്ലാ വിമാനയാത്രകളെക്കാളും സങ്കീർണമാണ് DB കൂപ്പർ നായകനും വില്ലനുമായുള്ള ഈ വിമാനയാത്ര. കാരണം മറ്റെല്ലാ വിമാന അപകടങ്ങളോ ഹൈജാക്കുകളോ സംഭവിച്ചാൽ അതിനെല്ലാം പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തുവാനും കുറ്റവാളികളെ പിടികൂടുവാനും ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനങ്ങളും 50ലേറെ വർഷം നീണ്ട അന്വേഷണങ്ങൾ നടന്നിട്ടും കൂപ്പറിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയുണ്ടായില്ല. അങ്ങനെയാണ് കൂപ്പർ ഹൈജാക്കിംഗ് അമേരിക്കയിലെ ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ക്രിമിനൽ കേസുകളിൽ ഒന്നായത്. വിപുലമായ രേഖകളും പതിറ്റാണ്ടുകളുടെ അന്വേഷണവും ഉണ്ടായിരുന്നിട്ടും വിമാനത്തിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട് 50 വർഷത്തിലേറെ ആയിട്ടും തട്ടിക്കൊണ്ടുപോയ ആളുടെ ഐഡന്റിറ്റി അജ്ഞാതമായി തുടരുന്നു എന്നത് ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യമാണ്. ക്രൈമുകളെ സംബന്ധിച്ച് പൊതുവെ ഒരു ചൊല്ലുണ്ട്, എല്ലാം തികഞ്ഞ കുറ്റകൃത്യം എന്നൊന്നില്ല. പക്ഷേ ഇവിടെ കൂപ്പറിന്റെ കാര്യം വരുമ്പോൾ ആ ചൊല്ല് പോലും അപ്രസക്തമാകുന്നു. കാരണം ഇത്രയ്ക്കും തെളിവുകൾ അവശേഷിപ്പിക്കാതെയുള്ള മറ്റൊരു ക്രൈം അത് ചരിത്രത്തിൽ തന്നെ കുറവാണ്. അതുകൊണ്ട് ലോകം ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ആരാണ് DB കൂപ്പർ? ഇന്നും അതിന്റെ ഉത്തരം തേടി ലോകം ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു.